ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. അമ്മേ മഹാമായി, സുഹൃതികളായ സജ്ജനങ്ങളെ, ദേവീമാഹാത്മ്യത്തിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1ാം എപ്പിസോഡിൽ ദേവീമാഹാത്മ്യത്തിൻ്റെ ചില പ്രധാന കാര്യങ്ങൾ, ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ മഹത്വവും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയുമെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ദേവീമാഹാത്മ്യം എന്ന് പറയുന്ന ഇത്രയും മഹത്തായ ഈ ഗ്രന്ഥം എങ്ങനെ ഈ മനുഷ്യലോകത്തിന് കിട്ടി, ഈ മാനവവർഗത്തിന് ഇതേതെല്ലാം രീതിയിലാണ് ഇത് വന്നു ചേർന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിലൂടെ ഇതിൻ്റെ പ്രാധാന്യങ്ങളെല്ലാം മനസ്സിലാക്കി. അപ്പം ഇത്രയും മഹത്തായ, പലതരത്തിലും മഹത്വവും അർത്ഥവും ഗാംഭീര്യവും അതുപോലെ മന്ത്രത്വവുമുള്ള ഈ ഗ്രന്ഥം എങ്ങനെയാണ് മാനവലോകത്തിൽ വന്നു ചേർന്നത്, അത് മാനവലോകത്തിൽ ലഭിക്കാനൊക്കെ ഇടയായ കാരണം എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ നിന്ന് കാണാം. അതിനുവേണ്ടി നമുക്കൊരു കഥ പറയാം. ലളിതാ സഹസ്രനാമം ഇവിടെ മാനവലോകത്തിന് കിട്ടിയത് ഹയഗ്രീവനും അഗസ്ത്യമുനിയും തമ്മിലുള്ള സംവാദത്തിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെയുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മാർക്കണ്ഡേയ മഹർഷിയും അതുപോലെ ജൈമിനി മഹർഷിയും തമ്മിലുള്ള ഒരു സംവാദത്തിലൂടെയാണ് ദേവീമാഹാത്മ്യം നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കുന്നത്, ഈ ദേവീമാഹാത്മ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ജൈമിനി മഹർഷിയിൽക്ക് ഉണ്ടായ ചില സംശയങ്ങളും അതിൻ്റെ പൂർത്തീകരണത്തിനും വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് എന്ന് നോക്കാം. അതായത് മാർക്കണ്ഡേയ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ജൈമിനി മഹർഷിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായി. ഭാരതത്തെപ്പറ്റി, മഹാഭാരതത്തെപ്പറ്റി ഉണ്ടായിരിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി വളരെ പല സ്ഥലത്തും ഓടി നടന്നിട്ട് അവസാനം മാർക്കണ്ഡേയ മുനിയെ സമീപിച്ചു. അപ്പോൾ മാർക്കണ്ഡേയ മുനി ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താണ് പറഞ്ഞു കൊടുത്തത്? ഇവിടെ വിന്ധ്യാചലത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ദ്രോണപുത്രന്മാരായ ചില ധർമ്മപക്ഷികളുണ്ട്. ആ ധർമ്മപക്ഷികളെ എന്തു ചെയ്യണം? കണ്ടുപിടിച്ച് അവരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, താങ്കൾക്കുണ്ടായിരിക്കുന്ന എല്ലാ സംശയങ്ങളും തീരും, ആ സംശയ നിവൃത്തി വരുത്തിത്തരാൻ അവരെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മാർക്കണ്ഡേയ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ഈ ജൈമിനി മഹർഷി എന്ന് പറയുന്ന ആളാരാണ്? വേദവ്യാസന്റെ ശിഷ്യനാണ്. ആ വേദവ്യാസ മുനിയുടെ ശിഷ്യനായ, വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനായ ജൈമിനി വിന്ധ്യാചലത്തിലെ തപസ്സനുഷ്ഠിക്കുന്ന ദ്രോണപുത്രരായ ആ ധർമ്മപക്ഷികളോട് ഭാരതത്തെ പറ്റിയുള്ള ആ സംശയങ്ങൾ, അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന സംശയങ്ങൾ മുഴുവൻ ചോദിക്കാനിടയായി. അങ്ങനെ ചോദിക്കുന്ന ആ സംശയങ്ങളാണ് 42ാം അധ്യായത്തിലുള്ളത്. ഈ ലോകത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആ മന്വന്തരങ്ങളെക്കുറിച്ചും ഒരു വംശത്തിൻ്റെ ചരിത്രങ്ങളെ പറ്റിയുമുള്ള മുഴുവൻ കാര്യങ്ങളും
അറിയണം. അതിനുവേണ്ടിയുള്ള പുറപ്പാടായിരുന്നു ഈ ജൈമിനി മുനിക്ക്. അപ്പോൾ ഈ ജൈമിനി മഹർഷിക്കുണ്ടായിരുന്ന മുഴുവൻ സംശയങ്ങളും ഈ 42-ാം അധ്യായത്തിൽ ചോദ്യങ്ങളായിട്ട് അത് പറയുന്നു. അപ്പൊ ആ ചോദ്യങ്ങള് ഈ ലോകത്തിന്റെ ഉത്ഭവത്തെ പറ്റി മുഴുവനുണ്ട്, മന്വന്തരങ്ങളെ പറ്റിയുണ്ട്, അതുപോലെ ഓരോ വംശത്തിൻ്റെയും ചരിത്രങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾക്കും ചോദിക്കുമ്പോഴും ആ ചോദ്യങ്ങളുടെ എല്ലാം അവസാനത്തില് ഇവയുടെ എല്ലാം ആ നിവൃത്തി വരുത്തി തരണമേ, ശരിയായ ഉത്തരം തരണമേ എന്നുള്ള ഒരപേക്ഷയും കൂടിയാണ്. അങ്ങനെ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അതിലുള്ള സംശയങ്ങളെല്ലാം വേണമേ എന്ന് പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇത്രയുമായി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയുള്ള ആ ചോദ്യങ്ങൾക്കെല്ലാം അവയുടെ എല്ലാം ഉത്തരം കിട്ടുവാൻ വേണ്ടിയുള്ള അപേക്ഷയും. ഇങ്ങനെ 77-ാമത്തെ അധ്യായം വരെ ഇപ്പോഴത്തെ ഈ 7-ാമത്തെ മന്വന്തരം വരെയുള്ള മുഴുവൻ ചരിത്രങ്ങളും ആർക്ക് കിട്ടുന്നു? ആർക്ക് കിട്ടുന്നു? ഈ ജൈമിനി മഹർഷിക്ക് കിട്ടുന്നു. അതാത് മന്വന്തരങ്ങളുടെ എല്ലാം അധിപതിയായ മനുക്കളെപ്പറ്റി, അവരുടെ ചരിത്രത്തെപ്പറ്റി, അവരുടെ വംശങ്ങളെപ്പറ്റി, അവരുടെ രീതികളെപ്പറ്റി, അവരുടെ സമ്പ്രദായങ്ങളെപ്പറ്റി എല്ലാം എന്താണ് ഇതിൽ പ്രത്യേകം വിവരിച്ചു പറയുന്നുണ്ട്. ഇനി 78-ാമത്തെ അധ്യായം മുതൽ 8-ാമത്തെ മന്വന്തരമായിരിക്കുന്ന ആ 8-ാം മന്വന്തരത്തിൽ ആ മനുവായി വരാൻ പോകുന്ന